ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? വീട് ക്ലീൻ ചെയ്യുന്നത് തന്നെ നമുക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണല്ലേ. അപ്പോൾ പിന്നെ ബാത്റൂമിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. പക്ഷേ നമ്മളത് സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്പുകളും അതുപോലെ കുറച്ച് ഐഡിയാസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ബാത്റൂം എപ്പോഴും ഉണങ്ങിയിരിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു വൃത്തി എന്ന് പറയുന്നത്. കാരണം ബാത്റൂമിൽ അധികം വെള്ളമില്ലാതെ നനവില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ബാത്റൂമിൽ ഒരുപാട് പൂപ്പലോ അതുപോലെ തന്നെ കറയോ ഒന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കലാണ്. ഇപ്പോൾ ബാത്റൂം സിങ്കിലോ പൈപ്പിലോ അതുപോലെ തന്നെ ഫ്ലോറിലൊക്കെ ആണെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് വൈപ്പ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ അത് നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ബാത്റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ ബാത്റൂം ഒന്ന് കഴുകിയിടണം, അത് നിർബന്ധമായിട്ട് ചെയ്യണം. അതല്ലാതെ തന്നെ ബാത്റൂമിൻ്റെ ക്ലോസറ്റുകളും അതുപോലെ ബാത്റൂം സിങ്കും ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ടൈലും പൈപ്പുകളും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ ബാത്റൂമിൻ്റെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതിയാവും. ബാത്റൂമിലേക്കുള്ള ഒരു ഈർപ്പവും അതുപോലെ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ മാറാനായിട്ട് നമുക്ക് എക്സ്ഹോസ്റ്റ് ഫാൻ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജനലുകളാണെന്നുള്ളത് ഉണ്ടെങ്കിൽ ആ ജനലുകൾ എപ്പോഴും തുറന്നിട്ട് ഒരു എന്താ പറയുക ഒരു വെന്റിലേഷൻ ഉറപ്പാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്കത് പൂപ്പൽ വരുന്നതും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ പോകാനായിട്ട് ഈ ഒരു വെന്റിലേഷൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ടാപ്പുകളും കണ്ണാടിയൊക്കെ എപ്പോഴും നല്ല നീറ്റാക്കി തന്നെ വെക്കുക. അതിന് വേണ്ടിയിട്ട് കണ്ണാടി ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഗ്ലാസ് ക്ലീനർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടാപ്പുകളൊക്കെ നമുക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി വെക്കാം. ഇനി അതല്ല ഒത്തിരി കറകളോ പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ട് ഒരുപാടൊന്നും അതിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് മാത്രം അത്യാവശ്യം യൂസ് ചെയ്തിട്ട് എല്ലാ ആഴ്ചയിലും ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതല്ലാതെ തന്നെ നമ്മൾ കുറച്ച് നമുക്കറിയാലോ ഒത്തിരി അഴുക്കുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ അഴുക്കൊന്ന് ഇളകി കിട്ടും. അതപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം ക്ലീൻ ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ ഇതുപോലെ ബാത്റൂമിൻ്റെ ടൈലുകൾ, ബക്കറ്റ്, മഗ് അതെല്ലാം ക്ലീനിങ് ലിക്വിഡ് വെച്ചിട്ടോ ഏത് തരത്തിലുള്ള ലിക്വിഡ്സ് ആണോ ഓരോരുത്തരും പലതരം ലിക്വിഡുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾക്കറിയാലോ എന്ത് യൂസ് ചെയ്താലും നമുക്ക് വൃത്തി കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബാത്റൂം ക്ലീനർ ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം. നനഞ്ഞ തുണികൾ ബാത്റൂമിൽ ഇടാതെ ടവലൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പുറത്തിട്ട് ഉണക്കിയെടുക്കാം. എപ്പോഴും വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഈ ബാത്റൂമിൻ്റെ മഗ്ഗിൻ്റെയും ബക്കറ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞത് നമുക്കതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുന്ന ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ നനഞ്ഞ തുണി എന്ത് ചെയ്യരുത് ബാത്റൂമിൽ ഹാങ് ചെയ്ത് ഇടരുത്. നമ്മളത് എപ്പോഴും പുറത്തിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ ഒരു ഈർപ്പൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ബാത്റൂമിൽ എപ്പോഴും ഒരു വേസ്റ്റ് ബിൻ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ സ്ത്രീകളാകുമ്പോൾ നമ്മളുടെ മുടി ഉണ്ടാവും, അതുപോലെ എന്തെങ്കിലും ഒഴിഞ്ഞ നമ്മുടെ ഷാമ്പൂവിൻ്റെ ബോട്ടിലോ ഫേസ് വാഷിൻ്റെ ബോട്ടിലോ ഇനി സോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് സോപ്പിൻ്റെ കവറോ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കത് ആ വാഷ് ബേസിനിൽ ഇട്ട് വെച്ചിട്ട് അതാത് ദിവസം തന്നെ ഈ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം ബാത്റൂമിൻ്റെ അകത്തിരിക്കുന്ന നമ്മളല്ലെങ്കിൽ യൂസ് ചെയ്ത ആ ഒരു കവറുകളൊക്കെ അവിടെ തന്നെ ഇടും, അല്ലെങ്കിൽ ആ ഒരു വെക്കുന്ന സ്റ്റാൻഡിൽ തന്നെ വെക്കും. പിന്നെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ നമ്മളത് വിട്ടുപോകും. അങ്ങനെ അത് അവിടെ കുന്നുകൂടി കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് അതാത് ദിവസം നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഒരു ബാത്റൂമിൽ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തവർക്കാണെങ്കിലും നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് സ്റ്റാൻഡുകൾ റെഡിമെയ്ഡ് വാങ്ങിച്ച് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്കൊരു അഫോർഡബിൾ റേറ്റിൽ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ നമ്മുടെ ഷാമ്പൂ ബോട്ടിൽസോ സോപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതേപോലെ നമ്മൾ വെള്ളം പോകുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ ഡ്രെയിനേജ് ഹോൾ, അത് നമ്മൾ എല്ലാ ദിവസവും മാക്സിമം വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എങ്ങനെ പോയാലും നമ്മളുടെ ആ ഒരു മുടി അവിടെ ചെന്ന് തടഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അതൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്താൽ ആഴ്ചയിൽ ഒരു ദിവസം ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊന്ന് മാറ്റി നമുക്കത് അതിൻ്റെ ഉള്ളിലേക്കുള്ള വാട്ടർ ഫ്ലോ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാനും നല്ല വൃത്തിക്ക് തന്നെ ബാത്റൂമിൽ അഴുക്കുകളൊന്നും കെട്ടിക്കിടക്കാതെ അതിൻ്റെ ആ ഒരു ഒഴുക്ക് നല്ല രീതിയിൽ വിടാനും നമുക്ക് സാധിക്കും. ബാത്റൂമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം അതിൻ്റെ ആ ഡോറൊന്ന് തുറന്നിടുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ബാത്റൂമിൽ നിന്ന് കുളിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഭയങ്കര ഒരു ചൂടായിരിക്കും. കാരണം നമ്മുടെ ബോഡിയുടെ ആ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് നമ്മളവിടെ തണുത്ത വെള്ളം ഒഴിച്ച് കുളിച്ച് കളയാണ്. അപ്പോൾ ഇത് അടച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊരു ആവി തിങ്ങി നിൽക്കുന്ന പോലൊരു ഫീലിംഗ് ആയിരിക്കും. അതേ സമയം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഡോറൊന്ന് തുറന്നിട്ടാൽ ആ ഒരു വായുസഞ്ചാരം നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു ചൂടിൻ്റെ ആ ഒരു ഹവയുണ്ടല്ലോ അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എയർ ഫ്രഷ്നർ, നമുക്ക് കുറച്ച് സ്മെല്ല് കിട്ടാനായിട്ട് ബാത്റൂമിൽ സ്മെല്ല് കിട്ടാനായിട്ട് നമുക്കൊരു എയർ ഫ്രഷ്നർ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എയർ ഫ്രഷ്നർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ രീതിയിൽ തന്നെ പൊടിക്കൈകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എയർ ഫ്രഷ്നർ വെച്ചിട്ടില്ല ബാത്റൂമിൽ. അതിന് പകരമായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 2 ഡ്രോപ്പ് പുൽത്തൈലം മഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് ആ ബാത്റൂമിൽ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. പുൽത്തൈലത്തിൻ്റെ ഒരു സ്മെല്ല് എപ്പോഴും ആ ഒരു ബാത്റൂമിൽ ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ പാത്രത്തിൽ
പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം. എന്നിട്ട് അതിലേക്കൊരു 2 തുള്ളി ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഓയിൽ, അതായത് നല്ല സ്മെല്ല് കിട്ടുന്ന ഓയിൽ, ഇപ്പോൾ ഈ പുൽത്തൈലാണെങ്കിൽ പുൽത്തൈലം, ഇനി അതല്ല നമ്മൾ സ്മെല്ലിന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഓയിലുകൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ, അത് ഒഴിച്ച് 2 ഡ്രോപ്പ് ഒഴിച്ചിട്ട് ബാത്റൂമിൻ്റെ ഒരു കോർണറിൽ വെച്ചാൽ അത് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുകയും നല്ലൊരു സുഗന്ധം നമ്മുടെ ബാത്റൂമിന് കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മളുടെ ബ്രഷ് ചെയ്യുന്ന ബ്രഷുകളൊക്കെ ബാത്റൂമിൽ സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും അത് വാഷ് ബേസിനിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഫ്ലോറിൽ തട്ടി നിൽക്കുന്ന രീതിയിലൊന്നും വെക്കരുത്. അതെപ്പോഴും അത് നിവർത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലോ നിവർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു ബ്രഷൊന്നും ഫ്ലോറിൽ ടച്ച് ചെയ്യാതെ വൃത്തിക്ക് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പറ്റിപ്പിടിച്ച കറകൾ ബാത്റൂം ക്ലോസറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിനിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിനാഗിരി, കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒരു 15 മിനിറ്റോളം വെച്ചാൽ മതിയാകും. അത് എത്ര വലിയ കറയാണെങ്കിലും അത് നമുക്ക് പോയി കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, എപ്പോഴും ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി കറയാവുന്ന സമയത്ത് നമുക്കിത് ചെയ്യാം. അതുപോലെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷ് നമുക്ക് ഈ സിലിക്കോൺ ബ്രഷുകൾ കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ ബാത്റൂം ഡാമേജ് ആവാതിരിക്കാനായിട്ട് കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ ഫ്ലോർ മാറ്റുകൾ ഒരിക്കലും നമ്മൾ ബാത്റൂമിൻ്റെ അകത്തിടരുത്. ഭയങ്കരമായിട്ട് വെള്ളം പിടിച്ച് നമുക്ക് തന്നെ ഒരു ഭയങ്കര അസ്വസ്ഥത തോന്നും. ഫ്ലോർ മാറ്റ് എപ്പോഴും പുറത്തിടുക. അതിനുശേഷം എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഫ്ലോർ മാറ്റൊന്ന് മാറ്റി കൊടുക്കുക. ഈ വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഫ്ലോർ മാറ്റുകൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാറ്റിയാൽ മതി. ഇനി അതല്ല, ക്ലോത്തിൻ്റെ ഫ്ലോർ മാറ്റുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ ആ ചവിട്ടികൾ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോൾ തന്നെയെങ്കിലും മാറ്റാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചവിട്ടുന്ന വെള്ളം എപ്പോഴും കയറി ഇറങ്ങിയിട്ട് നമ്മൾ ചവിട്ടുന്ന വെള്ളം കൊണ്ട് അത് ഓൾറെഡി അവിടെ ഈർപ്പം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 2 ദിവസം കൂടുമ്പോൾ ഇത് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പത്തോടു കൂടിയുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറിക്കിട്ടും. ഒരു വൃത്തികെട്ട സ്മെല്ലോ മോശം സ്മെല്ലോ അല്ലെങ്കിൽ ഈർപ്പമൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും. അതുപോലെ ബക്കറ്റും അതുപോലെ കപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്ത ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് കമത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉണങ്ങി തന്നെ ഇരിക്കും. നല്ല ഡ്രൈ ആയിട്ട് അത് എപ്പോഴും ഇരിക്കും കേട്ടോ. അപ്പോൾ ബാത്റൂമിലാണെങ്കിലും അധികം വെള്ളമില്ലാതെ അത് വൈപ്പ് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ബാത്റൂം എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ലിക്വിഡുകൾ, അതിന് യൂസ് ചെയ്യുന്ന ബ്രഷ്, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്തൊന്ന് ഉണക്കിയിട്ട് അത് എടുത്ത് വെക്കേണ്ട ഏതേത് സ്ഥലത്താണോ ആ സ്ഥലങ്ങളിൽ അത് എടുത്ത് വെക്കുക. അപ്പോൾ അതും നമുക്ക് ഇതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ജേംസ് ഒക്കെ വരാതെയും ഒരുപാട് ബാക്ടീരിയാസ് ഒന്നും വരാതെയും ഈ ഒരു സാധനങ്ങൾ അതാത് സ്ഥലത്ത് ഇടുന്ന അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു പുതിയതായിട്ട് എടുക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മടിയും തോന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതിൽ എത്രയെണ്ണമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് പറഞ്ഞു തരാൻ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.